ദൈവത്തിൻ്റെ വിലയേറിയ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടി എൻ്റെ മാതൃസഭയിൽ എൻ്റെ പ്രിയപ്പെട്ട ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ ആരാധിപ്പാൻ എനിക്ക് ലഭിച്ച ഈ നല്ല സന്ദർഭത്തിനായി കർത്താവിന് നന്ദി കരയറ്റുന്നു. നമുക്ക് വേഗം ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവച്ചിരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 27, 28, 29 വാക്യങ്ങൾ ഒന്ന് വായിച്ച് സഹായിക്കുമോ? ഈ 3 വാക്യങ്ങളിൽ ആവർത്തിച്ച് പറയുന്ന ഒരു വേർഡുണ്ട്, ശ്രദ്ധിച്ചോ. തിരഞ്ഞെടുത്തു, തിരഞ്ഞെടുത്തു, തിരഞ്ഞെടുത്തു. എന്താ തിരഞ്ഞെടുത്തത്? ആദ്യം തിരഞ്ഞെടുത്ത എന്താണ്? ഭോഷത്വമായത്. പിന്നെന്താ തിരഞ്ഞെടുത്തത്? ബലഹീനമായത്. പിന്നീട് നികൃഷ്ടമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ഇവിടെ ഇരിക്കുന്ന ആളുകളെല്ലാം മാർജിൻ ഫ്രീയിലെ കടകളിൽ പോകാറുണ്ട്, മാളിൽ ഷോപ്പിങ്ങിന് പോകാറുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ആരെങ്കിലും അവിടെ ഇരിക്കുന്ന വിൽക്കാൻ വെച്ചിരിക്കുന്ന സാധനങ്ങളിൽ മോശമായത് ആരെങ്കിലും തിരഞ്ഞെടുക്കുമോ? ആരും തിരഞ്ഞെടുക്കത്തില്ല. പിന്നെ എന്തായിരിക്കും തിരഞ്ഞെടുക്കുന്നത്? അവരുടെ ബഡ്ജറ്റിനകത്ത് ലഭിക്കാവുന്ന ഏറ്റവും ബെസ്റ്റായിരിക്കും അവർ തിരഞ്ഞെടുക്കുന്നത്. ഇവിടെ തിരഞ്ഞെടുത്ത വ്യക്തി എന്താണ് പ്രിഫർ ചെയ്തത്? ബലഹീനതമായത്, നികൃഷ്ടമായത്, ഏതുമില്ലാത്തത്. എന്തൊരു തിരഞ്ഞെടുപ്പാ അത്! എന്തിനു വേണ്ടി? എൻ്റെ റീസൺ അവസാനം പറഞ്ഞിട്ടുണ്ട്, കാരണം പറഞ്ഞിട്ടുണ്ട്. 29-ാമത്തെ വാക്യം എന്തിനു വേണ്ടിയാ? ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിനു വേണ്ടി. അപ്പോൾ ദൈവ ഉദ്ദേശം കൂടാതെയല്ല ഈ തിരഞ്ഞെടുപ്പ് നടത്തിയത്. തനിക്കൊരു ഉദ്ദേശമുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ തിരഞ്ഞെടുത്തത് കാരണമായിട്ട് എന്നെ പിൻഗമിക്കുന്ന വ്യക്തികൾ നാളെ കോളർ വലിച്ചിട്ട് സാരിയുടെ മനോഹരത കണ്ട് ഞെളിഞ്ഞിരിക്കാതിരിക്കാൻ വേണ്ടിയാ. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ, ദൈവമക്കളെ, നമ്മൾ ആരുമില്ല. ഇപ്പോഴേ രാജകുഞ്ഞ് എന്നോട് എൻ്റെ ഒരു സംഭവം പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഞാൻ കുമ്മനാട് കൺവെൻഷൻ ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ ഒരു ദേവദാസന് പെട്ടെന്ന് മരണപ്പെട്ട കാര്യം അവിടെ പ്രസ്താവിക്കുകയുണ്ടായി. ഇപ്പോഴാണ് മനസ്സിലായത്, എൻ്റെ സ്നേഹിതൻ്റെ ജ്യേഷ്ഠനായിരുന്നു അത്. താൻ കുമ്മനാട് കൺവെൻഷൻ കഴിഞ്ഞ് അനിയൻ്റെ ഭവനത്തിൽ വന്ന് ഫ്രഷപ്പ് ആകാൻ വേണ്ടി ബാത്റൂമിൽ കയറിയതാ. പിന്നെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങാൻ എനിക്ക് സാധിച്ചില്ല. താൻ നിത്യതയിലാണെങ്കിൽ നമ്മൾ ആരും 10 രൂപയുടെ ഒരു സാധനത്തിന് ഗ്യാരണ്ടി ഉണ്ട്. ഗ്യാരണ്ടി ഇല്ലാത്ത ഏതെങ്കിലും സാധനം ഉണ്ടെങ്കിൽ നമ്മുടെ മനുഷ്യ ജീവിതം മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പെർഫ്യൂം അടിച്ച് മണപ്പിച്ച് ഞാൻ ഏതാണ് സംതിങ് ആണെന്ന് പറഞ്ഞ് കോളർ വലിച്ചിട്ട് നടക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്തിരിക്കുക. നമ്മുടെ മരണശേഷം പ്രാണൻ വിട്ടുകഴിഞ്ഞ് അന്ത്യചുംബനം നൽകാൻ പോലും ആരും കാണത്തില്ല, അല്പം വികൃതമായെങ്കിൽ. ഓർക്കുന്നു, ഒരു സംഭവത്തിൽ, ഒരു മരണത്തിൽ, ഒരു ശവസംസ്കാരം ഞാൻ പങ്കെടുത്ത ഓർക്കുന്നു. ഏതോ കാരണവശാൽ അടക്കേണ്ട സമയത്ത് അല്പം വൈകിപ്പോയി. ആ മൃതദേഹത്തിൻ്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വന്നു. അന്ത്യചുംബനം കൊടുക്കാൻ ആരുമില്ലായിരുന്നു. മക്കളില്ലാഞ്ഞിട്ടല്ല, പക്ഷെങ്കിൽ ചുംബനം കൊടുക്കാനുള്ള ആ ജഡത്തിൻ്റെ അവസ്ഥ അങ്ങനെ അല്ലായിരുന്നു. അതിൻ്റെ സ്ഥിതിക്ക് വ്യത്യാസം വന്നു. താലോലിച്ച് വളർത്തിയ മക്കളുണ്ടായിരുന്നു, പക്ഷെ അവരാരും അടുത്തു വന്നില്ല ചുംബനം കൊടുപ്പാൻ. എന്തുകൊണ്ടെന്നാൽ അല്പം ദുർഗന്ധം വമിക്കാൻ തുടങ്ങി, വായിൽ നിന്ന് വെള്ളം എടുക്കാൻ തുടങ്ങി. ഇതൊക്കെ കണ്ട് ആരും, മക്കള്, കൊച്ചുമക്കൾ എല്ലാവരും ഉണ്ടായിരുന്നു, അവരാരും ചുംബനം കൊടുപ്പാൻ അടുത്ത് വന്നില്ല. നാളെ എൻ്റെയും നിങ്ങളുടെയും അവസ്ഥ ഇതായിത്തീരും. ഒന്നും ഞെളിയണ്ട, നമ്മൾ ആരുമല്ല.
ഈ ദൈവം, ഞാൻ ഈ ദിവസക്കാലങ്ങളിൽ ഈ ഭാഗത്തൊക്കെ സഞ്ചരിച്ചപ്പോൾ പലയിടത്തും കുടുംബയോഗങ്ങളുടെ പരസ്യങ്ങൾ കണ്ടു. തിരുവല്ലായിലും താമരയിലും ഒക്കെ കുടുംബയോഗം നടക്കുന്നതായിട്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടു. ഈ കുടുംബയോഗങ്ങളുടെ എല്ലാ ഉദ്ദേശം ഒന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ്. ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ പൂർവികർ പണ്ട് തോമാസ് ലീഹ മാനസാന്തരപ്പെടുത്തിയ ബ്രാഹ്മണ കുടുംബത്തിൻ്റെ പിന്തുടർച്ചയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ബന്ധപ്പാടാണ് ഈ കുടുംബയോഗത്തിൻ്റെ എല്ലാം പിറകിൽ. എന്നാൽ ഇവിടെ നമുക്ക് വേണ്ടി പ്രാണൻ തന്ന കർത്താവ് പ്രിഫർ ചെയ്തെന്താണെന്നറിയാമോ? ഏറ്റവും ബലഹീനമായത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് നോക്കാം ഏത് രീതിയിലാണ് കർത്താവായ യേശു ക്രിസ്തു ഈ തിരഞ്ഞെടുപ്പ് നടപ്പിലാക്കിയത് എന്ന് ചിന്തിച്ചു നോക്കാം. ഒന്ന് നോക്കാം. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജീനിയോളജി, ആ വംശാവലിയാണ് പറഞ്ഞു വരുന്നത്. ഓരോ പ്രിയപ്പെട്ടവരുടെയും പേര് പറഞ്ഞ ശേഷം അവർ ഇന്നാരെ ജനിപ്പിച്ചു എന്ന് പറഞ്ഞു വരുമ്പോൾ എൻ്റെ 3-ാമത്തെ വാക്യം വായിക്കാമോ? മതി. യഹൂദ താമാറിൽ പാരസിനെയും സാരഹിനെയും ജനിപ്പിച്ചു. ആരാ ഈ താമാർ? ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എൻ്റെ ജീനിയോളജിയിൽ, എൻ്റെ വംശാവലിയിൽ ഒരു മോശം പശ്ചാത്തലത്തിൽപ്പെട്ട ഒരു വ്യക്തിയുടെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്ങനെയെങ്കിലും ഒരു പ്രസിദ്ധിയുള്ള ഏതെങ്കിലും വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വേറൊരു കാര്യം കൂടെ ഉണ്ടോ? എനിക്ക് ജനിച്ചപ്പോൾ എനിക്ക് താല്പര്യം, എനിക്കൊരു ചോയ്സ് ഇല്ലായിരുന്നു, തിരഞ്ഞെടുക്കാൻ എനിക്ക് അവസരമില്ലായിരുന്നു. ഇന്ന കുടുംബത്തിൽ ഇന്ന ആളുടെ മകനായി ജനിക്കണമെന്ന് തിരഞ്ഞെടുക്കാൻ എനിക്ക് യാതൊരു ചോയ്സും ഇല്ലായിരുന്നു. തിരഞ്ഞെടുക്കാനുള്ള അവസരം എനിക്കില്ലായിരുന്നു. നമ്മൾ ആർക്കും ആ അവസരം ലഭിച്ചിട്ടില്ല. നമ്മൾ ജനിച്ചു, നമ്മുടെ മാതാപിതാക്കളുടെ മക്കളായിട്ട് നമ്മൾ ജനിച്ചു. അത് നമ്മുടെ തിരഞ്ഞെടുപ്പല്ല. എന്നാൽ ഇവിടെ യേശു കർത്താവിന് തിരഞ്ഞെടുപ്പാൻ അവസരമുണ്ടായിരുന്നു. തനിക്ക് വേണമെങ്കിൽ ഒരു രാജകുടുംബത്തിൽ രാജ വംശാവലിയിൽ ജനിക്കാമായിരുന്നു. എന്നാൽ താൻ തിരഞ്ഞെടുത്ത ഏറ്റവും മോശമായ ഒരു ജീനിയോളജിയാണ്, ഒരു വംശാവലിയാണ് കർത്താവായ യേശു ക്രിസ്തു പ്രിഫർ ചെയ്തത്. യഹൂദ വംശാവലിയിൽ സാധാരണ സ്ത്രീകളുടെ പേരുകൾ പറയപ്പെടാറില്ല. പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ വംശാവലിയിൽ സ്ത്രീകൾക്കും പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ആദ്യം പറഞ്ഞ വ്യക്തി താമാർ. ഏത് സ്ത്രീ എന്നറിയാമോ? ഒരു കനാനീയ സ്ത്രീയാണ്, അന്യജാതിക്കാരിയ സ്ത്രീയാണ്. ഉൽപ്പത്തി പുസ്തകം വായിച്ചു വരുമ്പോൾ അറിയാം ഈ സ്ത്രീയുടെ ചരിത്രം വളരെ മോശമാണ്. വേശ്യയുടെ വേഷം കെട്ടി സ്വന്തം അമ്മായിപ്പിനാൽ ഗർഭം ധരിച്ച വ്യക്തിയാണ്. നമ്മുടെ നാട്ടുഭാഷയിൽ പേര് പറയാൻ പോലും യോഗ്യതയില്ലാത്തൊരു വ്യക്തിയാണ് ഈ താമാർ. യേശു ക്രിസ്തു തന്നെ പരിചയപ്പെടുത്തുമ്പോൾ പറഞ്ഞു വരുന്നത്, ഞാൻ ഈ താമാറിൽ ജനിച്ച പേരസിന്റെ വംശാവലിയിലാണ് ഞാൻ പിറന്നതെന്ന് യേശു ക്രിസ്തു സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. ദൈവമക്കളെ, ഞാൻ ഒന്നുകൂടി ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ ഇതെല്ലാം വിവരിക്കുന്നതിന്റെ ഉദ്ദേശം എന്തെന്നറിയാമോ? എന്തെങ്കിലും വിഷയത്തിൽ നീ പൊങ്ങച്ചം കാണിക്കുന്ന അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ദൈവം ഈ വംശാവലി തിരഞ്ഞെടുത്തത്. നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ സ്ത്രീയെ ആരും വീട്ടിൽ കയറ്റത്തില്ല. പിഴച്ച സ്ത്രീ എന്നേ അവളെക്കുറിച്ച് പറയത്തുള്ളൂ. പക്ഷേ മശിഹായുടെ വംശാവലി എഴുതി വന്നപ്പോൾ ആ സ്ത്രീയുടെ പേരാണ് ആദ്യം കൊടുത്തത്. പ്രൈസ് ദി ലോർഡ്. ഇനിയും താഴോട്ട് നോക്കുമ്പോൾ വേറെ ഒരു സ്ത്രീയെ കാണാം. അതിൻ്റെ 5-ാമത്തെ വാക്യം. യെസ്, മതി ഒരു ജോസഫ്. പിന്നീട് ഇവിടെ ആ ഭാഗം വിടല്ല. അടുത്ത കഥാപാത്രം ആരാണ്? രാഹബ്. മുനിസിപ്പൽ കൗൺസിലർ അല്ലായിരുന്നു. ഒരു അഡ്രസ്സും ഇല്ലാത്ത സ്ത്രീ ആയിരുന്നില്ല അവര്. വളരെ മോശം തൊഴിൽ ചെയ്ത് ജീവിച്ച ഒരു സ്ത്രീയാണ് രാഹബ്. നോക്കണേ,
ഈ ലോകത്തെ സൃഷ്ടിച്ച മശിഹ ജന്മമെടുക്കാൻ താൻ തിരഞ്ഞെടുത്ത വംശാവലിയിലെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ് ഈ രാഹബ്. നല്ല കുടുംബത്തിൽ പറഞ്ഞ ആരും അങ്ങനെ ഒരു ബന്ധുത സ്ഥാപിച്ചെടുക്കാനോ ഉണ്ടെന്ന് പറയാനോ ഉണ്ടെങ്കിൽ പോലും അതിനെ മറവ് ചെയ്യാനോ ആണ് ശ്രമിക്കാറുള്ളത്. ഒരു കല്യാണത്തിന് പോലും ഇങ്ങനെ ഒരു താരം നമ്മുടെ കുടുംബത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വിളിക്കാൻ പോലും നമ്മൾ ശ്രമിക്കത്തില്ല. എന്നാൽ ഈ മശിഹ താൻ ജനിക്കാൻ ആഗ്രഹിച്ച വംശാവലിയിലെ കഥാപാത്രമായി തിരഞ്ഞെടുത്തത് രാഹബാണ്. മാത്രമല്ല, ഓക്കെ, അങ്ങനെ സംഭവിച്ചെങ്കിൽ പോലും അതിനെ പ്രോജക്റ്റ് ചെയ്യാൻ, അതിനെ എടുത്തു കാണിക്കാൻ ആരും താല്പര്യപ്പെടുത്തില്ല. ഇവിടെ ആ സ്ത്രീയുടെ പേരാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കൾ എന്തിനാണെന്നറിയാമോ? എൻ്റെ പൊങ്ങച്ചം ഇല്ലാതാക്കാൻ വേണ്ടി. ഇനിയും താഴോട്ട് നോക്കുക, സമയം പോന്നല്ലോ. അടുത്ത മൂന്നാമത്തെ താരം 5-ാം വാക്യത്തിൽ തന്നെ. ആരാ? രൂത്ത്. മൂന്നാമത്തെ കഥാപാത്രം രൂത്ത്. ഒരു വിധവയായ സ്ത്രീ, അന്യജാതിക്കാരിയായ സ്ത്രീ, ഇസ്രയേൽ പൗരതയുമാണ് ഒരു രീതിയിലും ബന്ധപ്പെടാൻ യാതൊരു മെറിറ്റുമില്ലാത്ത, യാതൊരു യോഗ്യതയുമില്ലാത്ത സ്ത്രീ. ആ സ്ത്രീയുടെ പേരാണ് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. ബോവസിന് വേറെ ഭാര്യയുണ്ട്, അതിനെക്കുറിച്ചല്ല പറയുന്നത്. ബോവസിന് രൂത്തിൽ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, കുലഹീനമായത് തിരഞ്ഞെടുത്ത് എന്തിനാണെന്നറിയാമോ? കുലഹീനമായി കിടക്കുന്നതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി, മേലോട്ട് കൊണ്ടുവരാൻ വേണ്ടി, ഉയർച്ചക്കൊണ്ടുവരാൻ വേണ്ടി. ദൈവമക്കളെ, നമ്മൾ ആരും നമ്മുടെ കഴിവ് കൊണ്ടോ യോഗ്യത കൊണ്ടോ കുടുംബശ്രേഷ്ഠത കൊണ്ടോ അല്ല ദൈവപാതയിലായത്. ഇതൊന്നും ദൈവം നമ്മളെ തിരഞ്ഞെടുക്കാൻ കാരണമല്ലായിരുന്നു. ചില രാത്രികളിൽ ഞാൻ എൻ്റെ ഓഫീസിൽ പ്രവർത്തിക്കുമ്പോൾ ഒത്തിരി ലേറ്റായിട്ടായിരിക്കും പലപ്പോഴും കിടക്കുന്നത്. ചിലപ്പോൾ ശരീരം ക്ഷീണിക്കുമ്പോൾ ഓർക്കാറുണ്ട്, എന്തിനേയും ഈ ഇത്രയും ലേറ്റായിട്ടിരിക്കുന്നതിൻ്റെ ഇത്രയും അധ്വാനിക്കേണ്ട ആവശ്യം എന്താണ്? മറിച്ച് പെട്ടെന്ന് മനസ്സിൽ ചിന്ത വരും, അനേകർക്ക് ലഭിക്കാത്ത ഭാഗ്യമാണ് ദൈവം എന്നെ ഏൽപ്പിച്ചത്. ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രിയപ്പെടും ചിന്തിക്കണം, നമ്മളെക്കാൾ കാശുള്ളവർ ഈ ചുറ്റുപാടുമുണ്ടായിരുന്നു, പേരുണ്ടായിരുന്ന വ്യക്തികൾ ഈ ചുറ്റുപാടുമുണ്ടായിരുന്നു. എന്നാൽ അവരോട് ആരോടും കാണിക്കാത്ത കരുണയാണ് പ്രിയപ്പെട്ടവരെ ദൈവം നമ്മളോട് കാണിച്ചത്. അതുകൊണ്ടാണ് നമ്മളെ അവിടെ നിന്നും ഇവിടുന്നൊക്കെ തിരഞ്ഞെടുത്ത് ആ ദൈവകുടുംബത്തിലെ അംഗമാക്കി മാറ്റുവാൻ തക്ക ദൈവത്തിന് പ്രസാദം തോന്നിയത്. ഏറ്റവും കുലഹീനമായതിനെ തിരഞ്ഞെടുത്തത് കൊണ്ടാണ് എനിക്കും ആ നാൾ വഴിയിൽ, ആ ജീനിയോളജിയിൽ, ആ വംശപാരമ്പര്യത്തിൽ വന്നു ചേരുവാൻ അവസരം ലഭിച്ചത്. പ്രൈസ് ദി ലോർഡ്. ചിന്തിച്ചു നോക്കിയ ഈ രൂത്ത് ഈ യഹൂദ ബോവസുമായിട്ട് ബന്ധപ്പെടാൻ എന്തെങ്കിലും അർഹതയൊക്കെ ഉണ്ടായിരുന്നോ? ഒരു അർഹതയും ഇല്ലായിരുന്നു. അവിടെ സൗന്ദര്യമല്ല അതിന് കാരണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹാദയ. ഇവിടെ ഇരിക്കുന്ന ആരും എനിക്ക് തോന്നുന്നില്ല നമ്മുടെ പുണ്യപ്രവൃത്തി കൊണ്ട് ദൈവപാതയിലായു എന്ന്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ആരോടാണ് നമ്മൾ ഈ ജാട കാണിക്കുന്നത്? പച്ച മലയാളത്തിൽ പറഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും അല്പം സാമ്പത്തിക നന്മയുണ്ടെങ്കിൽ, ബാങ്കിൽ ഇപ്പം പൈസ ഉണ്ടെങ്കിൽ, നല്ല വസ്ത്രങ്ങളുണ്ടെങ്കിൽ, ഞാൻ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠനാണെന്ന് ആരെങ്കിലും അഹങ്കരിക്കുന്നെങ്കിൽ ഇപ്പോൾ അതിന് ഫുൾ സ്റ്റോപ്പ് ഇട്ടോളൂ. ഈ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. നമ്മളെക്കാൾ വലിയ വലിയ ശ്രേഷ്ഠന്മാരെ ദൈവം കൊമ്പ് കുത്തിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹെരോദാവ് വലിയ പുള്ളിയായിരുന്നു. പക്ഷെങ്കിൽ നിമിഷം നേരം മതി തൻ്റെ അവസ്ഥയ്ക്ക് ദൈവം വ്യത്യാസം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളെ, വർഷങ്ങളായിട്ട് ദൈവത്തെ ആരാധിച്ചിടുന്ന താഴ്മയില്ലാതെ അഹങ്കാരം കൊണ്ട് ആ മനോഭാവത്തിൽ മറ്റുള്ളവരെ കാണുകയും ഇടപെടുകയും ചെയ്യുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ ഇന്ന് പൽക്കാലം അതിന് ഫുൾ സ്റ്റോപ്പ് ഇട്ടോളൂ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എനിക്ക് ക്ഷയിക്കാനേ തരത്തില്ലായിരിക്കും. ഞാൻ കുറച്ച് നാളത്തേക്ക് ഒന്നും വരാൻ പ്ലാനില്ല. അത് സാത്താൻ കൊണ്ടുവരുന്ന ചിന്തയാണ്. എനിക്ക് എന്തെങ്കിലും അല്പം നന്മ ഉണ്ടാകുമ്പോൾ ഞാൻ എല്ലാവരെക്കാൾ ശ്രേഷ്ഠനാണെന്ന ചിന്താഗതി സാത്താൻ കൊണ്ടുവരുന്നതാണ്. ആ പുള്ളിക്കാരൻ മാറി എന്ന് പറയും, നിന്നെ പോലെ ഈക്വലായിട്ട് സഭയിൽ ആരുമില്ല, നിനക്കുള്ള പ്രൗഢി മറ്റാർക്കും സഭയിലില്ല,
നിന്നെപ്പോലെ പ്രാർത്ഥിക്കുകയോ വാഗ്ധോരണയോട് സംസാരിക്കുകയോ ചെയ്യാൻ കഴിവുള്ളവരാരും ഇല്ല എന്നൊക്കെ പറയും. അത് കേട്ട് നിഗളിച്ചു പോകരുത്. നമ്മൾ ആരുമില്ല ദൈവമക്കളെ. നമ്മുടെ അരുമനാഥനെ ഓർക്കാം. എത്രയോ ശ്രേഷ്ഠമായ പദവി തനിക്ക് തിരഞ്ഞെടുക്കാമായിരുന്നു. രാജപാരമ്പര്യത്തിൽ തനിക്ക് വന്നു ചേരാമായിരുന്നു. എന്നാൽ അവിടെ നിന്നും ശ്രദ്ധയൂന്നാതെ വണ്ണം ലോകത്തിൽ ഏറ്റവും നികൃഷ്ടമായത് തിരഞ്ഞെടുത്തത് എന്നെയും നിന്നെയും ഒരു ആത്മീയ യാഥാർത്ഥ്യം പഠിപ്പിക്കാൻ വേണ്ടിയാണ്. നമ്മൾ ആയിരിക്കുന്നത് കൃപയാലാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലൻ പൗലോസ് ഒത്തിരി പുകഴാനുണ്ട്. പല പ്രാവശ്യം താൻ അദ്ദേഹത്തിൻ്റെ ടെസ്റ്റിമണി, തൻ്റെ സാക്ഷ്യം താൻ പലയിടത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവസാനം താൻ പറയുന്നത്, ഇതിനൊന്നും ഞാൻ യോഗ്യതയില്ല. പ്രൈസ് ദി ലോർഡ്. ആകയാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ആ മനോഭാവം ദൈവസ്ഥനിൽ എങ്ങനെയായിരിക്കും ഈ തൽക്കാലം ഈ വാക്കുകളുടെ മുമ്പിൽ ചിന്തിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. തുടർന്ന് നമ്മൾ വേറൊരു വ്യക്തി കാണാം. 4-ാമത്തെ ഒരു ക്യാരക്ടർ, 6-ാമത്തെ വാക്യം ജോയ്സേ. നോക്ക്, അവിടെ നിൽക്കണേ. ദാവീദ് വിശേഷണം എന്താ? ആ സ്ത്രീയുടെ വിശേഷണം എന്താ കൊടുത്തിരിക്കുന്നത്? ഊരിയാവിൻ്റെ ഭാര്യയായിരുന്നവളിൽ. പ്രൈസ് ദി ലോർഡ്. ദാവീദിന് സ്വന്തം ഭാര്യമാരില്ലാഞ്ഞിട്ടല്ല, മറ്റൊരുത്തൻ്റെ അയൽവാസിയുടെ ഭാര്യയിൽ ജനിച്ചു. നമ്മൾ ആരെങ്കിലും ഈ കുടുംബത്തിൻ്റെ ബന്ധം പറയുമ്പോൾ ഇങ്ങനെ പറയുമോ? ഒരിക്കലും. സമൂഹത്തിൽ കല്ലെറിയപ്പെടേണ്ട വ്യക്തിയായിരുന്നു ഈ സ്ത്രീ ബത്ശേബ. പക്ഷെങ്കിൽ യേശു കർത്താവ് തൻ്റെ ജീനിയോളജി, തൻ്റെ വംശപാരമ്പര്യം പറഞ്ഞു വരുമ്പോൾ ആ നികൃഷ്ടയായ സ്ത്രീയുടെ സന്തതിയായി ജനിച്ച ശലോമോനിൻ്റെ റെഫറൻസ് കൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, എന്തിനു വേണ്ടിയാണ്? ഒരു ജഡവും ദൈവത്തിൽ പുകഴാതിരിക്കേണ്ടതിന്. നമുക്ക് ഓരോ ദിവസം പ്രാർത്ഥിക്കാനുള്ളത്, കർത്താവേ, ഞാനായിരിക്കും നിൻ്റെ കൃപയൊന്നും മാത്രമാണ്. എന്നേക്കാൾ സൗന്ദര്യമുള്ളവർ, വിദ്യാഭ്യാസമുള്ളവർ, ശ്രേഷ്ഠന്മാർ എൻ്റെ ചുറ്റുപാടുമുണ്ടായിരുന്നു, എൻ്റെ കുടുംബത്തിലുണ്ടായിരുന്നു. അവർക്കാർക്കും അവരാരോടും ദയ തോന്നാതെ, ദൈവമേ നീ എന്നോട് കാണിച്ച ദയക്കായി സ്തോത്രം. പിന്നീട് 5-ാമത്തെ വ്യക്തി, ആ ഭാഗം താഴോട്ട് വരുമ്പം വായിക്കാൻ സാധിക്കുന്നത്, ഒരു മറിയെ കാണുന്നു. ഈ മറിയ ഒരു അവിവാഹിതയാണ്, ഒരു കന്യകയാണ്. ആ സ്ത്രീയുടെ മകനായി ജനിപ്പാൻ യേശു കർത്താവ് തീരുമാനമെടുത്തു. അവക്ക് വിവാഹം നിശ്ചയിച്ചെന്ന ഭർത്താവ് പോലും ഉപേക്ഷിച്ച് മാറുവാൻ തക്ക പ്ലാനിട്ടതാ. എന്നിട്ട് പോലും യേശു കർത്താവ് ആ സ്ത്രീയെ തിരഞ്ഞെടുത്തു തനിക്ക് ഈ ലോകത്തിൽ അവതരിക്കാനുള്ള ഒരു ചാനലായിട്ട്. പ്രൈസ് ദി ലോർഡ്. മറിയയുടെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ മറിയ പറയുന്നുണ്ടോ? ലൂക്കോസിന് സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 51-ാം വാക്യം നോക്കാമോ? ലൂക്കോസ് 1:51. യെസ്. എങ്ങനെ? ഉന്നത വിചാരത്തിൽ അഹങ്കരിച്ചിരുന്നവരെ, ഒന്നുകൂടെ ശബ്ദം കൂട്ടി പ്ലീസ്. യെസ്. തൻ്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിച്ചിരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു. ഇത് മറിയ പറയുന്ന സാക്ഷ്യമാണ്. കാര്യം യേശു കർത്താവ് സ്ത്രീയുടെ സന്തതിയായി മശിഹ വരുമെന്ന് ആ വചനം കാരണമായിട്ട്, ആ പ്രവചനം കാരണമായിട്ട് കാലാകാലങ്ങളിൽ ജീവിച്ചിരുന്ന വിശുദ്ധമതികളായ സ്ത്രീകൾ എല്ലാം പ്രതീക്ഷിച്ചു മശിഹ എന്നിലൂടെ ആയിരിക്കും ലോകത്തിൽ വരുന്നതെന്ന്. രാജകുമാരിമാർ പ്രതീക്ഷിച്ചു ഈ മശിഹ എന്നിലൂടെ ആയിരിക്കും ലോകത്തിൽ അവതാരം എടുക്കുന്നതെന്ന്. അങ്ങനെ ഹൃദയവിചാരം കൊണ്ട് അഹങ്കരിച്ചിരിക്കുന്നവരെ ചിതറിക്കേണ്ടതിന് വേണ്ടി ഏറ്റവും കുലഹീനമായ പാവപ്പെട്ട വീട്ടിലെ
ഒരു സ്ത്രീയുടെ മകനായി ജനിക്കുവാനാണ് യേശു കർത്താവ് താല്പര്യപ്പെട്ടത്. എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിപ്പാൻ ആഗ്രഹിക്കുന്നു. ദൈവമതിലെ ഈ പൽക്കാലം ഓർത്തിരിക്കുക. കഴിഞ്ഞ 2015 വിട്ടുപോയി, ഈ 16 ദൈവം തന്നിരിക്കുന്നു. നമ്മൾ കർത്താവിൻ്റെ വരവിനോട് ഏറ്റവും ക്ലോസായി ജീവിക്കുന്ന ഒരു സന്ദർഭത്തിലാണ്. നമ്മുടെ മുഷ്കോ ജാടയോ അഹങ്കാരമോ കൊണ്ട് ഒരൊറ്റ വ്യക്തി പോലും ദൈവരാജ്യത്തിലേക്ക് അടുത്ത് വരത്തില്ല, സഭയിൽ വരത്തില്ല. നീ താഴ്മയുള്ളവനാണെങ്കിൽ, ജീവിതത്തിൽ എളിമയുള്ളവനാണെങ്കിൽ അവരും ശ്രദ്ധിക്കും. ഈ ദൈവത്തെ പിൻപറ്റുവാൻ അവരും നിന്റെ കൂടെ വരും. നമ്മുടെ യേശു കർത്താവിൻ്റെ മാതൃകയെ നമുക്ക് ഓർത്തു നോക്കാം. ഏറ്റവും നികൃഷ്ടമായി തിരഞ്ഞെടുത്തത് ദൈവമേ എന്നെ ഓർത്താണല്ലോ. എനിക്കല്ലെങ്കിൽ ഈ പൗരതയോട് ബന്ധപ്പെടുവാൻ യാതൊരു അർഹതയുമില്ലായിരുന്നു. എന്നാൽ അവിടെ നിന്ന് എനിക്കൊരു മാന്യത തരാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത നാൾ വഴിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തത്. ഭയത്തോടെ നമുക്ക് ഈ മരുഭൂമി യാത്ര കഴിക്കാം. നമുക്ക് പുകഴാനൊന്നുമില്ല. നമ്മുടെ പൊങ്ങച്ചങ്ങ ആരും നമ്മളെ വിലമതിക്കത്തില്ല. വില കുറച്ചേ അവർ നമ്മളെക്കുറിച്ച് ചിന്തിക്കത്തുള്ളൂ. താഴ്മയോട്, വിനയത്തോട് സമൂഹത്തിലും സഭയിലും പ്രവർത്തിപ്പാൻ, ആയിരിക്കാൻ, കുടുംബത്തിലായിരിക്കാൻ ദൈവം നമുക്ക് ഭാഗ്യം തരട്ടെ. നമ്മുടെ രാജ്യത്തിനുവേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാ പ്രാർത്ഥനയിലും, കുടുംബ പ്രാർത്ഥനയിലും നമ്മുടെ രാഷ്ട്രത്തിനുവേണ്ടി പ്രാർത്ഥിക്കാം. രാഷ്ട്ര തലവന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം അവർ ഒരു അയോഗ്യമായ ഒരു തീരുമാനമെടുത്താൽ, ഇംപ്രോപ്പറായുള്ള ഒരു തീരുമാനമെടുത്താൽ അത് രാജ്യത്തെ മുഴുവൻ ബാധിക്കും. അങ്ങനെ സംഭവിക്കാതിരിക്കേണ്ടതിന് വേണ്ടി, സഭ എടുക്കപ്പെടുന്നതുവരെ സമാധാനപൂർണ്ണമായ ഒരു ജീവൻ ദൈവം നമുക്ക് തരേണ്ടതിന് വേണ്ടി വടക്കേണ്ടിയിൽ സുവിശേഷം ചെല്ലാത്ത സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുവദിച്ചാൽ ഈ വർഷം 50 ദൈവദാസന്മാരെ വിവിധ സ്ഥലങ്ങളിൽ ചർച്ച് പ്ലാനിങ്ങിന് വേണ്ടി ആക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവമക്കളെ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ എളിവരെയും ഞങ്ങളുടെ പ്രവർത്തനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കണം. യേശു ജനിച്ചപ്പോൾ വിദ്വാൻമാർ വന്നു. ആ കാലത്ത് അറിയപ്പെടുന്ന വിദ്വാൻമാരായിരുന്നവർ. അവരടുത്ത വീട്ടിൽ കയറി വന്നതല്ല. പണ്ഡിതന്മാരെ പറയുന്ന ഏറ്റവും കുറഞ്ഞ 5-6 മാസക്കാലങ്ങൾ അവർ യാത്ര ചെയ്ത് മരുഭൂമിയിൽ കൂടെയും മലകളിൽ കൂടെയും യാത്ര ചെയ്താണ് യേശുവിനെ തിരക്കി അവർ വന്നത്. കാര്യം അവർക്ക് ബോധ്യമായി ഈ ജനിച്ച പൈതൽ രാജാവാണ്. എന്നാൽ കേവലം 6 മൈൽ മാത്രമേ ഉള്ളായിരുന്നു ഈ ബേതലഹേമിൽ നിന്ന്, യേശു ജനിച്ച ആ സ്ഥലത്ത് നിന്ന് യെരുശലേമിലേക്ക് യാത്ര ചെയ്യാൻ. അവിടെയായിരുന്നു രാജാവും പുരോഹിതന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു. അവർക്കെല്ലാം വചനവും പ്രമാണവും ഈ പ്രവചനത്തെക്കുറിച്ചും എല്ലാം അറിയാമായിരുന്നു. പക്ഷെ അവരാരും യേശുവിനെ അന്വേഷിച്ച് അവിടെ ചെന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ രാജാവ് ഈ വിദ്വാൻമാരെ കാര്യം ഏൽപ്പിച്ച് എന്തെന്നറിയാമോ? നിങ്ങൾ കണ്ട ശേഷം എന്നോടൊന്ന് പറയാൻ. അദ്ദേഹത്തിന് മെനക്കെടാൻ തയ്യാറല്ലായിരുന്നു 6 മൈൽ പോലും യാത്ര ചെയ്യാൻ യേശുവിനെ കാണാൻ വേണ്ടി. ആ വിദ്വാൻമാരെ പോലെ അവർ എയർ കണ്ടീഷൻ കാറിലല്ല യാത്ര ചെയ്ത് വന്നത്. നിരന്തരമായി യാത്ര ചെയ്ത് കഷ്ടതയും പ്രയാസങ്ങളും അഭിമുഖീകരിച്ച് ഈ രാജാവിനെ വന്ദിപ്പാൻ വേണ്ടി ഇവിടെ കടന്നു വന്നു. ആകിയാൽ നമുക്ക് ഈ രാജാവിനെ സ്വന്തം ഹൃദയത്തിൽ ദൈവം നമുക്ക് ദാനം ചെയ്തു. നമ്മുടെ ജീവിതത്തിൽ അവനെ നാഥനായി ഉൾക്കൊള്ളുവാൻ തക്ക ദൈവം നമുക്ക് ഭാഗ്യം തന്നു. അത് വിലപ്പെട്ട ഭാഗ്യമാണെന്ന് കരുതിക്കൊണ്ട് ഓരോ നിമിഷവും താഴ്മയോടെ ജീവിതം നയിപ്പാൻ തക്കണം ഈ വാക്കുകൾ കാരണമായി തീരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയെ ഒരിക്കൽ കൂടെ നന്ദി അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ വിരമിക്കും.